നമ്മുടെ നാട്ടിലെ തട്ടുകടയിലൊക്കെ ഉള്ളൊരു ഫേമസ് റെസിപ്പിയാണ് പോർക്കും കൂർക്കയും. അതിനായിട്ട് പോർക്ക് കട്ട് ചെയ്തത് ഇങ്ങനെ നമ്മൾ കൂർക്കൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ എപ്പോഴും നെയ്യുള്ള പോർഷൻ കൂടുതലായിടണം, എന്നാലായിരിക്കും നമ്മളെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ പോർക്കിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിക്ക് ചതച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമ്മളന്ന് അടുപ്പത്ത് വയ്ക്കുക. സൈഡായിട്ട് തന്നെ നമ്മുടെ കൂർക്ക ഒരു തുണിക്കകത്തിട്ട് തല്ല് എടുക്കുക. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് കത്തി വെച്ച് അത് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് കൂർക്ക ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും കൂർക്ക നാടൻ കൂർക്ക യൂസ് ചെയ്യാൻ നോക്കണം, കാരണം അങ്ങനത്തെ കൂർക്ക ഇടുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും, അപ്പോൾ നമ്മുടെ കറിക്കും ടേസ്റ്റ് കൂടും. അതിനുശേഷം പോർക്ക് മുക്കാ വേവായതിന് ശേഷം നമ്മുടെ കൂർക്കയും കൂടി ഇട്ട് ഒരു വിസിലും കൂടെ അടുപ്പിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ആഡാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതേമാതിരി തന്നെ വേപ്പില പച്ചമുളക് ചെറിയുള്ളിയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്, എല്ലാം കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ല രീതിക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ആഡാക്കി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പോർക്കും കൂർക്കയും കൂടെ ഇതിലേക്ക് ആഡാക്കണം. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിക്ക് ആ നെയ്ക്കകത്ത് കിടന്നിട്ടാണ് ബാക്കി ഈ കൂർക്ക വേവണം. നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് തെളിഞ്ഞ് വരണം, അതാണ് കറക്റ്റ് പാകം എന്ന് പറയാനായിട്ട്. നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വന്നാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം.